മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിതപ്പീലി തന്നു. എന്റെ ചിറകിനാകാശവും നീ തന്നു. നിന്നാത്മശിഖരത്തിലൊരു കൂടു തന്നു. ആത്മശിഖരത്തിലൊരു കൂടു തന്നു. ബുദ്ധമതം കേരളത്തിൽ ക്രിസ്തുവിന് മുമ്പ് 3-ാം നൂറ്റാണ്ടിൽ എത്തിയതായി കരുതുന്നു. അശോക ചക്രവർത്തിയുടെ കാലത്ത് ബുദ്ധമതം ദക്ഷിണേന്ത്യയിൽ വ്യാപിച്ചു. ഗൗതമ ബുദ്ധയുടെ ഉപദേശങ്ങൾ സമത്വവും അഹിംസയും പ്രചരിപ്പിച്ചു. ആലപ്പുഴയിലെ പ്രസിദ്ധമായ ബുദ്ധവിഹാരം പിന്നീട് ഹിന്ദുമതത്തിന്റെ വളർച്ചയോടെ ബുദ്ധമതത്തിന്റെ സ്വാധീനം കുറയുകയും ചെയ്തു. എന്നാൽ ബുദ്ധമതത്തിന്റെ ആശയങ്ങൾ കേരളത്തിലെ സംസ്കാരത്തിലും ചിന്തയിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഈ പ്രതിമയുടെ നിർമ്മാണ കാലം AD 8-ാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിലായിരിക്കുമെന്ന് ഗോപാലകൃഷ്ണനും AD 700 ആകാമെന്ന് ശ്രീധരമേനോനും ഊഹിക്കുന്നു. ആദ്യ ചേര രാജാക്കന്മാരുടെ തലസ്ഥാനം കുട്ടനാട് ഉൾപ്പെടുന്ന ആലപ്പുഴയായിരുന്നു. അക്കാലത്തെ ചേര രാജാക്കന്മാരെ കുട്ടുവർ, കുട്ടുവൻ, കുട്ടുവൻ എന്നും മറ്റും വിശേഷിപ്പിച്ചിരുന്നു. ഇവർ മിക്കവരും വാർദ്ധക്യകാലത്ത് സന്യാസം സ്വീകരിക്കുകയും പലരും ബുദ്ധഭിക്ഷുക്കളായി തീരുകയും അർഹതാ സ്ഥാനം ലഭിക്കുകയും ചെയ്തിരുന്നു. പലരുടെയും പേരിൽ ബുദ്ധവിഹാരങ്ങൾ പണിതിരുന്നു. അങ്ങനെയാണ് കുട്ടൻ എന്ന പേരിലുള്ള ബുദ്ധപ്രതിമ ഉണ്ടാവാനുള്ള കാരണം. ബ്രാഹ്മണ അധിനിവേശ കാലത്ത് കരുമാടിക്കുട്ടൻ ഉൾപ്പെടെയുള്ള വിഗ്രഹങ്ങൾ പലതും നദിയിലെറിയപ്പെട്ടു. കരുമാടിക്കുട്ടനെ പിൽക്കാലത്ത് കരയ്ക്കുകയറ്റി കൽത്തറ കെട്ടി പ്രതിഷ്ഠിച്ചത് ചീഫ് എഞ്ചിനീയർ ആയിരുന്ന AH ബിസ്റ്റോ എന്ന യൂറോപ്പുകാരനാണ്. സാധാരണ ബുദ്ധവിഗ്രഹങ്ങളുടേതുപോലെ പത്മാസനത്തിൽ നിവർന്ന് ധ്യാനനിരതനായി ഇടതുകൈയുടെ മുകളിൽ വലതുകൈ മലർത്തിവെച്ച് ആ കൈകൾ പാദങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള രീതിയിലാണ് കരുമാടിക്കുട്ടന്റെ പ്രതിമ. എന്നാൽ ഇടതുകൈയും ഇടതുകാലിന്റെ കുറച്ചു ഭാഗങ്ങളും നഷ്ടമായിട്ടുണ്ട്. ഇത് ആനയെ ഉപയോഗിച്ച് ഉയർത്തിയപ്പോൾ ഒടിഞ്ഞു പോയതാണെന്നും ബ്രാഹ്മണ ആധിപത്യ കാലത്ത് വിഗ്രഹങ്ങൾ നശിപ്പിച്ച കൂട്ടത്തിൽ സംഭവിച്ചതാണെന്നുമെല്ലാം കരുതുന്നു. മലയാള സാഹിത്യത്തിൽ കേരളത്തിലെ ചില സാഹിത്യകൃതികളിൽ ബുദ്ധമത ചിന്തകൾ വ്യക്തമായി കാണാം. കുമാരനാശാന്റെ കൃതികളിൽ ബുദ്ധമതത്തിന്റെ സ്വാധീനം ശക്തമാണ്. ജാതി വ്യവസ്ഥയെ വിമർശിക്കുന്നതും ബുദ്ധമതത്തിന്റെ സമത്വ സന്ദേശങ്ങൾ അവതരിപ്പിക്കുന്നതുമായ കൃതിയാണ്. ബുദ്ധന്റെ ജീവിത സംഭവങ്ങളെ ആസ്പദമാക്കിയ കവിത. ഈ കൃതിയിൽ അഹിംസ, സമത്വം, കരുണ എന്നീ ബുദ്ധമത സിദ്ധാന്തങ്ങൾ പ്രചരിപ്പിക്കുന്നു. രാജേന്ദ്രൻ എടത്തുങ്കരയുടെ 2017 പ്രസിദ്ധീകരിച്ച നോവൽ ബുദ്ധൻ ഉപേക്ഷിച്ച കപിലവസ്തുവിന് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന അന്വേഷണമാണ് നോവലിന്റെ ഉള്ളടക്കം. ഹാഷിം EM രചിച്ച ഒരു മലയാള നോവലാണ് ബുദ്ധമാനസം. ബുദ്ധന്റെ മാനസം എങ്ങനെയാണ് ലൗകിക സുഖങ്ങളിൽ നിന്ന് ആത്മീയ സത്യത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടത് എന്നീ നോവൽ വിവരിക്കുന്നു. തമിഴ് സാഹിത്യത്തിലെ പ്രസിദ്ധമായ ബൗദ്ധ കാവ്യമാണ് മണിമേഖല. കർത്താവ് സിതയിലെ സതനാർ. ഇതിൽ ബുദ്ധമതത്തിന്റെ കരുണ, അഹിംസ, സന്യാസ ജീവിതം എന്നിവയെ പ്രതിപാദിക്കുന്നു. നായിക മണിമേഖല ബൗദ്ധ സന്യാസിയായി മാറുന്നതാണ് കഥയുടെ പ്രമേയം. ഈ കൃതിയിൽ ബുദ്ധമത തത്വചിന്തകൾ വ്യക്തമായി കാണാം. കർത്താവ് ഇളങ്കോവടികൾ. ഇത് നേരിട്ട് ബൗദ്ധകാവ്യമല്ലെങ്കിലും ധർമ്മം, നീതി, സത്യനിഷ്ഠ തുടങ്ങിയ ആശയങ്ങളിൽ ബുദ്ധമത സ്വാധീനം കാണാം. അക്കാലത്തെ തമിഴ് സാഹിത്യത്തിൽ ബുദ്ധമതത്തിന്റെ സ്വാധീനം ഈ കൃതിയിലൂടെ മനസ്സിലാക്കാം. സംഘകാല കൃതികളിൽ ബുദ്ധമത സന്യാസിമാരെയും ബൗദ്ധ ചിന്തകളെയും കുറിച്ചുള്ള പരാമർശങ്ങൾ കാണപ്പെടുന്നു. കരുണ, സമത്വം, അഹിംസ തുടങ്ങിയ ആശയങ്ങൾ പല കവിതകളിലും പ്രതിപാദിക്കുന്നു.